क्या नाम है आपका? रक्षा बादल मेरा लिविंग गॉड है, वो लिविंग गॉड। हाँ मैं दूर हूँ लेकिन उनके जैसे कोई नहीं है। हाँ। उनका सेवा करेंगे तो धन्य हो जाएंगे, इतना ही बोल सकते। प्रधानमंत्री जी से मुलाकात हुई? हाँ मिली, दर्शन हुआ, उनका दर्शन हुआ। എൻ്റെ സ്വന്തം മോദിജിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. നിങ്ങൾ ആർക്കെങ്കിലും അറിയോ? എൻ്റെ മുത്താണ്. ഒരു വട്ടം കാണാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്കറിയോ? കണ്ടില്ല വേറെ കാര്യം പോട്ടെ. എങ്കിലും അയാളുടെ ഒരു മുഖം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ആരൊക്കെ ആ മഹാനുഭാവന് വേണ്ടിയിട്ട് എത്ര ആളുകൾ ലോകത്തിൻ്റെ പല പല ഭാഗത്തു നിന്ന്, ഇന്ത്യയുടെ പല പല ഭാഗത്തു നിന്നിട്ട് എത്ര ആളുകൾ സ്തുതിച്ച്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ എൻ്റെ സ്വന്തം മോദിജിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് നിങ്ങൾക്കറിയോ? ഇത് കണ്ടോ? God Almighty Himself has sent Modi ji as an avatar Purush to lead our motherland to become the greatest nation on earth. അതാണ് ദൈവം നേരിട്ട് വിട്ട എൻ്റെ മോദിജി. നേരിട്ട് അവതാരമായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിലോട്ട് അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആഹ്വാഹിച്ചെടുത്ത എൻ്റെ മോദിജി. നിങ്ങൾ കണ്ടോ? ഈ ഒരു ഒറ്റ വിശ്വാസത്തോടു കൂടി എനിക്ക്, എടാ അദാനിക്ക് 1 രൂപ കട 1000 ഏക്കർ കൊടുത്ത് എനിക്ക് വെറും 10 പൈസക്ക് എനിക്ക് എൻ്റെ ഗുജറാത്തിൽ പതിച്ച് തരും മക്കളെ. 1000 അല്ലടാ, 10,000 ഏക്കർ. പോരാത്തതിന് എൻ്റെ മോൻ്റെ അനന്താരനെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അവിടെ അത് നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാക്ക ഞങ്ങൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ആ ക്ലിയർ ചെയ്ത് ഞാൻ ഇത്രയെങ്കിലും എൻ്റെ മോദിജിക്ക് ഇത്രയെങ്കിലും ഞാൻ കൊടുക്കണ്ടേ? जो प्रधानमंत्री ने भारत के लिए किया है, हम तो बहुत छोटे से नागरिक, सब कुछ भारत के लिए किया और सब कुछ छोड़कर उन्होंने भारत के लिए इतना सब किया है. അല്ലേ? എൻ്റെ മോദിജി, എൻ്റെ എല്ലാം അവതാര പുരുഷനായിട്ടുള്ള എൻ്റെ മോദിജി, നിങ്ങൾക്ക് സ്തുതി. ഇത് മാത്രമല്ല വേറെ വരുന്നുണ്ട്, കണ്ടോ? आज आदरणीय प्रधानमंत्री श्री नरेंद्र मोदी जी के 75वें जन्म दिवस पर मैं उनको अपनी हार्दिक शुभकामनाएं देता हूं। और आपका जो सफर रहा है, जर्नी रही है, जो आपकी कहानी है, एक छोटे से शहर से लेकर ग्लोबल स्टेज तक, वो बहुत ही ज़्यादा इंस्पायरिंग है। इस कहानी में आपका डिसिप्लिन, आपकी मेहनत और अपने देश के प्रति डेडिकेशन दिखाई पड़ता है। तो सच तो यह है सर कि 75 साल की उम्र में जो आपकी पेस है, एनर्जी है, वो हम जैसे जवान लोगों को भी पीछे छोड़ देती है। सो मैं दुआ करता हूँ कि आप हमेशा स्वस्थ रहें, तंदुरुस्त रहें, मजबूत रहें और खुशहाल रहें. കണ്ടോ എൻ്റെ പൊന്നു ചക്കര മോനെ, അനക്ക് ഞാൻ ജവാന് വേണ്ടിയിട്ട് ഒരു നാഷണൽ അവാർഡ് തന്നില്ലേ? ഇങ്ങനെ സുഖിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, അനക്ക് ഇനി തരൂല. എത്ര ആളങ്ങനെ ക്യൂവിൽ നിൽക്കല്ലേ, ജവാനെ പോലത്തെ എത്ര വമ്പൻ സിനിമകൾ. ഇനി അവിടെ നിൽക്ക്, ഇനി എത്ര ആൾക്കാർ ക്യൂവിൽ കിടക്കേണ്ടത് ഞങ്ങൾക്ക് വല്ല ധാരണ ഉണ്ട്? അതൊക്കെ ആണ് ഇനി ക്യൂവിൽ ഇവരൊക്കെ കിടക്കുന്നുണ്ട്. हमारे प्रधानमंत्री श्री नरेंद्र मोदी जी की 75वीं सालगिरह के मौके पर उन्हें ढेर सारी शुभकामनाएं. विशिंग यू अ वेरी हैप्पी बर्थडे सर. हमारे देश के विकास के लिए जो आपने योगदान दिए हैं वो हमेशा याद किए जाएंगे. और इस खुशी के मौके पर हमारी ये प्रार्थना है ऊपर वाले से कि आपको वो लंबी आयु दे. हमारी ये भी प्रार्थना है कि ऊपर वाला आपको हमेशा शक्ति दे कि आप भारत को हमेशा आगे ले जाएं, उन्नति की ओर ले जाएं, प्रगति की ओर ले जाएं. एक बार फिर ढेर सारी शुभकामनाएं. കണ്ടോ പാവം എൻ്റെ പൊന്നു ഷാറൂഖ്, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. കണ്ടോ, അമീറാണ് ഇട്ടത്. അമീർ ഇതുവരെ ഞാനൊന്നും കൊടുത്തിട്ടില്ല. അടുത്ത വട്ടം അമീറിനെ കൊണ്ട് ഞാനൊരു ബയോപിക് ചെയ്യിപ്പിക്കും മക്കളെ. ബയോപിക് ചെയ്തിട്ട് ഞാൻ അവൻ അവാർഡ് കൊടുക്കും. പ്രശ്നമാണല്ലേ? നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു ബയോപിക് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. നമ്മോ വന്തയോ എന്തൊരു പേരും പറഞ്ഞിട്ട് സാരമില്ല. ഇപ്രാവശ്യം ഞാൻ ഉണ്ണി മുകുന്ദന് കൊടുത്തിട്ട് അമീറെ എനിക്ക് അടുത്ത പ്രാവശ്യം തരും. ഈ അടുത്ത പ്രാവശ്യം കൂടെ ഒരു വിശ്വസിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് എൻ്റെ ചാനലിൽ ഷോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് എനിക്ക് തന്നെയാണ് അമീർ. ഇജ്ജ് ബേജാറാവണ്ട. എന്താ പറയുക, കാരണം ഇപ്രാവശ്യം നാഷണൽ അവാർഡ് എനിക്ക് തന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, വേറെ ചില അവാർഡുകൾക്ക് വേറെ ആൾക്കാർ കൊടുക്കാടുത്ത ഈ സാധനങ്ങൾക്കൊക്കെ. Heartfelt wishes for a very happy birthday. Your extraordinary journey, unwavering dedication, and clarity of vision continue to inspire millions, including me. May you be blessed with good health, strength, and many more years of graceful leadership in service of our great nation. കണ്ടില്ലേ, പാവാണ്. ഒരു എമ്പുരാൻ 2 ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഈടിനെ എന്നൊക്കെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ പേടിയാണ്. എൻ്റെ പൊന്ന് മോഹൻലാലേട്ടാ, ബേജാറാവണ്ട, അന്ന ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വിശ്വസ് ഒന്നില്ലേ, ഇനി ബേജാറാവണ്ട. അന്ന ഞാൻ ഇനിയിപ്പോൾ എടുത്തൂല, നീ ബേജാറാവല്ലേ.
എനിക്കൊരു നാഷണൽ അവാർഡ് കൂടെ ഒപ്പിക്കാന്ന് കഴിയും നോക്കട്ടെ. എന്താ പറയുക, മമ്മൂട്ടിക്ക് എന്നേക്കാളും ഒരു നാഷണൽ അവാർഡ് കൂടുതലുണ്ട്. മമ്മൂട്ടി ആരാണ്? മുഹമ്മദ് കുട്ടി. ബേജാറാവണ്ട. അനക്ക് അടുത്ത അവാർഡ് നമ്മൾ അമീർ ഖാന് കൊടുക്കും. പിന്നത്തെ അവാർഡ് ഉണ്ണിമുഖത്തിന് കൊടുക്കണം എന്നൊക്കെ പുള്ളി ഒരു എൻ്റെ മൂവി ഇറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അവാർഡ് ഞാൻ മോഹൻലാലെ അനക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഞാനൊരു പത്മഭൂഷൺ തന്നല്ലോ അല്ലേ, ഒരു ഭാരത ചക്ര തന്നാലോ, അത് കൊടുക്കാനും പറ്റില്ല. കുഴപ്പമില്ല, എനിക്ക് ഞാനൊരു നാഷണൽ അവാർഡും കൂടെ തരുന്നതായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം വേറെ കുറച്ച് ആൾക്കാരെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്, അവരെയും കൂടെ അങ്ങോട്ട് കിടത്തി വിടാം. എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം സോൾവ് ചെയ്യാം. വെയിറ്റ് ചെയ്യും. Wishing you a very happy birthday, Honorable Prime Minister Narendra Modi ji. आपको जन्मदिन की ढेर सारी शुभकामनाएं. May your leadership continue to shape the future of our great nation and lead us toward even more progress. आपकी सेहत, शक्ति और सफलता सदा बनी रहे. അല്ല, ഇജ്ജിപ്പം എന്തിനാ വന്നത്? അറിയാത്തോണ്ട് വയ്ക്കുക. എനിക്കൊരു അവാർഡ് തന്നല്ലേ, ഗംഗൂബായിക്ക് എനിക്കൊരു അവാർഡ് തന്നില്ലേ, അത് കിട്ടിയാൽ പോരെ? ഇനി വേറെ വേണോ? ഇനി ഒരു കാര്യം ചെയ്യും, ഇനി രാമായണത്തിലെ സീത ഇജ്ജായിട്ടാണ് അഭിനയിച്ചു, എന്നാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആക്ട്രസിൻ്റെ അവാർഡും കൂടെ തരാം. സീത ആവണം. സീതയിൽ കുറഞ്ഞൊന്നും നമുക്ക് പറ്റില്ല. സീതാദേവിയുടെ അമ്പലങ്ങൾ നമ്മൾ അപ്പുറത്ത് നാളെ പൊളിക്കാൻ നിൽക്കുന്നുണ്ടെന്ന്. നാളെ 2 പള്ളി പൊളിച്ചിട്ട് അവിടെ 2 സീതൻ്റെ അമ്പലം കെട്ടാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രാമായണത്തിലെ സീത ആവണം. അനക്ക് ഞങ്ങൾ അടുത്തൊരു അവാർഡ് അനക്കും തരുന്നുണ്ട്. കുട്ടി നല്ല അടിപൊളിയാണ്. ഇതുപോലെ വിഷസ് എല്ലാ വട്ടം വിടണം കേട്ടോ. അടുത്ത അവാർഡ് അനക്കാ. Prime Minister Modi, my best wishes to you on your 75th birthday. I wish you good health and continued strength as you lead India's fantastic progress and contribute to global development. The Gates Foundation values our partnership with the Government of India immensely. Together, we are supporting progress towards Viksit Bharat and sharing lessons and innovations for the countries in the global south. Once again, my warmest wishes to you on this milestone occasion. എൻ്റെ പൊന്നെ, ബിൽ ഗേറ്റ്സ് മറന്നു പോയിട്ട് ഞാനിവിടെ നാഷണൽ അവാർഡ് ഇങ്ങനെ വീഴ്ച കൊടുക്കുന്ന തിരക്കിലിന് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വന്ന കാര്യം മറന്നുപോയി. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞിരുന്നത്, നമ്മളെ ലാബിലെ നിങ്ങൾ ഇവിടെ എന്ത് പരീക്ഷണം നടത്തിക്കുക? ഇന്ത്യക്കാരാണ്, ബോധമില്ല, പ്രത്യേക സംഖ്യക്ക് ബോധമില്ല എന്ന്. നിങ്ങളിവിടെ എന്ത് അവാർഡ്, നിങ്ങളിങ്ങനെ എന്ത് ലബോറട്ടറി, നിങ്ങളിവിടെ എന്ത് നടത്തിക്കോ? ഗിനിപ്പന്നികളാണ് ഈ മറ്റേ സംഖ്യകളിൽ നിന്ന്. നിങ്ങൾ അവന്മാരെ മേലെ എന്ത് പരീക്ഷണം നടത്തിക്കോ? അതിനുള്ള എല്ലാ സംഭവം എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു വിശ്വസ് പറഞ്ഞില്ല എനിക്കിതിൽ വേറെ എന്ത് ഇപ്പുറത്ത് വേണം? പിയാർ ഇങ്ങനെ പൊളിച്ച് നിൽക്കല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ വന്നിട്ട് എനിക്ക് വേണ്ട ഗിനിപ്പന്നികളെ നമ്മുടെ സംഖ്യകളെ കൂടുതൽ എടുത്തോ, എന്നിട്ട് ഇച്ചങ്ങോട്ട് അടുത്തെടുത്തോടുത്ത എന്ത് പരീക്ഷണം വേണമെങ്കിലും എനിക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്നും പറയില്ല ഇനി അങ്ങോട്ട് കേട്ടോ. India is an example of a country where, there's plenty of things that are difficult there. കുഴപ്പമില്ല, അങ്ങടെ എടുത്തോ. ഈ ഇന്ത്യ എൻ്റെ ലബോറട്ടറി ആണ് ഇന്ത്യ. എനിക്ക് എന്ത് പരീക്ഷണം ഇവിടെ ചെയ്യുക, ഞാൻ എന്നൊന്നും പറയില്ല. ഈ ആരൊക്കെ വിശ്വസ് ചെയ്തത്? മോദി ആരാ? വിശ്വഗുരുവിനാണ്, ലോകത്തിലെ ദൈവത്തിനാണ് ഇന്ന് എന്താ പറയുക വിശ്വസ് പറഞ്ഞു. ഒന്നുകൊണ്ട് ബേജാറാവണ്ട കേട്ടോ. അനക്ക് തന്നിട്ടുണ്ട്. ഇനി 1-2 ആൾക്കാരുടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അവരും കൂടെ വിളിക്കട്ടെ കേട്ടല്ലോ. प्रधानमंत्री श्री नरेंद्र मोदी जी, आपको 75वीं जन्मदिन की बहुत बहुत बधाई और ढेर सारी शुभकामनाएं। आज का दिन सिर्फ आपका जन्मदिन नहीं है, बल्कि उस नई सुबह का ऐलान है जो भारत के हर घर में एक नई उम्मीद की किरण लेकर आई है। आपके नेतृत्व में देश ने एक ऐसी अमर गाथा लिखी है जहां हर गली में एक सपना जागा है, हर घर में एक नई चेतना जागृत हुई है। ये वो परिवर्तन है जिसने हर बच्चे के सपनों को पर दिए, हर युवा के हौसले को उड़ान दी है और हर महिला के आत्मविश्वास और आत्मसम्मान को पंख दिए हैं। एक भारतीय होने के नाते इस विकास और प्रगति के महायज्ञ का हिस्सा बनकर मैं गर्व महसूस करता हूं। मैं ईश्वर से प्रार्थना करता हूं कि आप स्वस्थ रहें और भारत माता के लिए आपका हर संकल्प। എൻ്റെ പൊന്ന് വിവേക് മോനെ, ബേജാറാവണ്ട. എവിടെയാണ്? ഇവിടെ അല്ലേ, നമ്മുടെ ദുബായിലല്ലേ, കുറച്ച് പ്രോപ്പർട്ടി വാങ്ങി 1200 കോടിക്കില്ലേ. ധൈര്യമായിട്ട് പരിപാടി നടക്കട്ടെ. ബേജാറാവണ്ട. എനിക്ക് ഞാൻ അവിടെ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ പറ. നമ്മുടെ നിതിൻ ഗഡ്കരിനെ കഴിഞ്ഞ ദിവസം കൂടെ വിളിച്ചിട്ടേ ഉള്ളൂ, ദുബായ് പ്രിൻസ്. അവനോട് നമ്മൾ ചെറിയൊരു കത്ത് എഴുതരാം, കത്ത് കൊടുത്താൽ മതി, എനിക്ക് അവിടെ എന്ത് സഹായം കിട്ടും. ഒന്നുകൊണ്ടും ബേജാറാവണ്ട. എൻ്റെ ദുബായ് എനക്കുള്ളതല്ലേ, എന്തിനങ്ങനെ ബേജാറാവുന്നത്? പിടിച്ചോ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഉണ്ടോ? Prime Minister Modi, my good friend Narendra, I want to wish you a happy birthday. You've accomplished so much for India in your life, and we have together accomplished a great deal in the friendship between India and Israel. I look forward to seeing you soon because we can bring our partnership and our friendship to even greater heights. Happy birthday, my friend.
നമ്മുടെ ഫ്രണ്ട് വിട്ടതായിരിക്കും അല്ലേ? ഞങ്ങളെ പുറത്തെ ആൾക്കാരെ മുമ്പിൽ ഞങ്ങൾ കുറച്ച് ഇടഞ്ഞോണ്ടാണ് നിൽക്കുന്നത്. ബേജാറാവണ്ട, ഞാൻ റഷ്യ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ പോണില്ലാന്ന് ഈ സംഖ്യകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പരിവേഷം കിട്ടാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ചൈനയുടെ പിന്നാലെ പോകും, അല്ല ഞാൻ മറ്റേ ഈ എന്താ പറയുക പുട്ടിൻ്റെ പിന്നാലെ പോകും തോന്നുന്നുണ്ടോ? നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ നമ്മുടെ ട്രംപിൻ്റെ സ്വന്തം ഫ്രണ്ടാണ്. ട്രംപിൻ്റെ ഫ്രണ്ട് എൻ്റെ ആരാണ്? എൻ്റെ അതിനേക്കാൾ വലിയ ഫ്രണ്ടാണ്. ഒരു ബേജാറാവണ്ട, ഞാൻ നിങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന്. നിങ്ങൾ ബേജാറാവില്ലേ? എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം കോള് കട്ട് ചെയ്തിട്ട് എനിക്ക് അടുത്തൊരു കോളും കൂടെ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസ് ആസ്ഥാനത്തിന് മുൻവശത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ തൊഴിലില്ലായ്മയ്ക്കെതിരായി യൂത്ത് കോൺഗ്രസ് ഉയർത്തി. ദേശീയ തൊഴിലില്ലായ്മ ദിനമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനം യൂത്ത് കോൺഗ്രസ് കൊണ്ടാടിയത്. അത് ശരി, അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളിട്ട് പണിയാണ് കോൺഗ്രസ്സുകാർ എമ്മക്കിട്ട് പണിയാൻ വന്നിട്ട്. എന്താണ് മോദിൻ്റെ ബർത്ത്ഡേ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേ ആയിട്ട്, അതായത് മറ്റേ തൊഴിലില്ലായ്മ ദിനം. അത് നിങ്ങൾക്കൊക്കെ ആർക്കാ തൊഴിൽ നോക്കുന്നത്? നിങ്ങൾ തൊഴിലില്ലായ്മ ദിനങ്ങൾ എന്ത് വേണമെങ്കിൽ കൊടുക്കോ. ഞാനിവിടെ അംബാനിക്കും അദാനിക്കും ഷാറുഖ് ഖാനും അമീർ ഖാനും അജയ് ദേവ്ഗണ്ണും ആലിയ ഭട്ടിനും ബിൽ ഗേറ്റ്സിനും നമ്മുടെ നെതന്യാഹുവിനും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? ഗഡ്കരിൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു കൊടുത്തില്ലേ? അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലെ ഒരു 10-100 കോടി ആൾക്കാർക്ക് തൊഴിലല്ലെങ്കിൽ എനിക്കെന്താ പ്രശ്നം? എനിക്കത് ബാധിക്കുന്നില്ല. എൻ്റെ കൂടെ സംഖ്യകളുണ്ട്. സംഖ്യക്ക് ഇച്ചിരി ചാണകത്തിൻ്റെ കൂടെ ഗോമൂത്രം കൂടെ അലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ എനിക്കേ വോട്ട് ചെയ്യുള്ളൂ. അവന്മാർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം, ഈ നാട്ടിൽ ഞാൻ വോട്ട് ജയിക്കുന്നിടത്തോളം കാലം എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയുക, വോട്ട് ചോരിയെന്നോ വോട്ട് കോരിയെന്നോ വോട്ട് കട്ടുന്നോ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ത് വേണമെങ്കിലും ചെയ്യും, എനിക്കൊരു വിഷയമേ അല്ല. ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല. ഒന്ന് പോടാ ഇവിടെ ക്യൂ നിൽക്കുക ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ വിശ്വഗുരുവായിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ലോക നേതാക്കൾ നമ്മുടെ നാട്ടിലെ മൊത്തം ഇപ്പം മറ്റേ പൈസക്കാർ, നമ്മുടെ നാട്ടിലെ മൊത്തം ആക്ടേഴ്സ് ഇങ്ങനെ ക്യൂ നിൽക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഉണ്ടാക്കി ആർക്ക് വേണടാ? പോയി പൊട്ടിക്കടാ നിൻ്റെ നാട്ടിൽ തന്നെ, ഒരു പ്രശ്നമില്ല ഇവിടെ. ഞാൻ ഇവിടെ കുട്ടി ഇങ്ങനെ ചോറാക്കി പൊട്ടിക്കും. കേട്ടല്ലോ? പൊടാ